ഇന്ന് എനർജി ഒരു പൊട്ടിക്ക് മേളിൽ നിൽക്കാൻ പോവാണ് ഗൈസ്. കാരണം ഇന്ന് നമ്മുടെ ഷോ കത്തിക്കാനായിട്ട് നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് യൂട്യൂബേഴ്സ്. ഈ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇവരുടെ ഇമോഷൻസ് ആണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാലും ഓരോ സിറ്റുവേഷൻസിന്റെ ആ ഒരു ഇമോഷൻസ് എന്ത് ഭംഗിയായിട്ടാണ് ഇവര് അഭിനയിച്ചിരിക്കുന്നത്. മിസ്റ്റർ ടോൾ ശരിക്കും എത്രയുണ്ട് ഹൈറ്റ്? 6.6. ഓക്കെടാ, ആദ്യമായിട്ടാണ് ഹൈറ്റ് ഇത്രയൊക്കെ. പുള്ളിക്കാരന്റെ അപ്പന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പനെ അറിയാവുന്നതാണ്, എന്റെ അപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ കഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ ആ സുജി ആന്റീനെ ഒന്ന് നോക്കിക്കേ. ആന്റിന്ന് വിളിക്കാൻ തോന്നുന്നില്ല. എടി പെണ്ണേ നീ കൊള്ളാലോ. സുജി ചേച്ചി എങ്ങനെ ഈ ഗ്യാങ്ങിന്റെ കൂടെ പെട്ടു? എന്റെ മോനൊരു യൂട്യൂബറാ, മിസ്റ്റർ സോഡ്ജ് എന്നാണ് പേര്. ഞാൻ അങ്ങനെ വീട്ടിൽ എല്ലാരും അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങ് അഭിനയിച്ചതാ. എനിക്ക് അഭിനയം എന്തൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിക്കാണ്. സൂപ്പർ സൂപ്പർ. ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇവരൊക്കെ മുഖങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിലും കാണാറുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്ത് വീഡിയോ ഇടാറുണ്ട്. അങ്ങനെയല്ലോ ചെയ്യുന്നേ? ആണ്. ഈ കൂട്ടത്തിൽ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്യുമെങ്കിലും ഇവരെ നമ്മൾ ഈ കൂട്ടത്തിലെ കൊമ്പനോടെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് വന്നിട്ടില്ല. GP റൈഡർ ബോയ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട്. ഒരുപാട് മറ്റേ ഇമോഷൻ ഒക്കെ ചെയ്ത് ഓഡിയോ ഒക്കെ വെച്ചിട്ട് അവരെ ആക്ച്വലി ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഒരുപാട് പേരുണ്ടല്ലേ. ഞങ്ങളെ എല്ലാരും കൊണ്ടുവന്നത് അവൻ തന്നെയാണ്. ആണ്. അപ്പം അമ്മ മാത്രമല്ല, ഞങ്ങളുടെ ടീം കുറെ പേരുണ്ട്. അതിൽ മെയിൻ ആയിട്ട് അമ്മയും അച്ഛനും അഭിനയിക്കുന്നുണ്ട്. ആണ്. ഹസ്ബൻഡ് വൈഫ് അഭിനയിക്കുന്നുണ്ട്. അടിപൊളി ഫാമിലി പടം, ഫാമിലിയാണ്, ഫാമിലി പാക്കേജ്. ഈ അവന്തിക ആരുടെ ട്രോഫിയാണ്? അവന്തിക എന്റെ ട്രോഫി. ഒരേപോലെ ഷർട്ട് ഇട്ട് വന്നിട്ട് മനസ്സിലായി. തോന്നില്ല. അല്ല അത് തോന്നി, പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരേപോലത്തെ ഇപ്പൊ അവർ രണ്ടും വൈറ്റും ഇട്ടേക്കാം. പക്ഷെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? അത് തക്കുടുമ്പ. ഞങ്ങള് എന്റെ കല്യാണം കഴിഞ്ഞത് ഇതുവരെയായിട്ടും കുറച്ചു പേർക്കൊന്നും അറിഞ്ഞിട്ടില്ല. എക്സ്ക്ലൂസീവ്. അയ്യോ ഒരു കാര്യം ചെയ്യ്, നീ മോഹം മറിച്ചിരി. അറിഞ്ഞാലേ അയ്യോ അങ്ങനല്ല. ഇനി ആരും അറിയില്ലടാ. ആരെയാ കല്യാണം കഴിച്ചേ? അല്ല, കുറച്ച് പെൺപിള്ളേര്. ഒരു പെണ്ണിനെയോ? ഒരു പെണ്ണിനെ. ഇതാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ കുറച്ച് പെണ്ണുങ്ങളെ. അതാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കുറച്ചു പേർക്കൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മനസ്സിലായില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞത് കുറച്ച് പെൺപിള്ളേരെ അറിയിച്ചിട്ടില്ല. അയ്യോ അങ്ങനല്ല. അത് ഇപ്പൊ പറഞ്ഞ അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അത് അറിയിക്കാത്തോണ്ടല്ലേ. ഒരു ഫോട്ടോ ഇട്ട് അറിയാറുന്നല്ലോ. ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റ ഐഡിയ കൊണ്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല എന്റെ കല്യാണ ഫോട്ടോക്ക് അത്യാവശ്യം ഒരു 7 മില്യൺ 8 മില്യൺ. ഭാര്യയെ പിടിച്ച് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടു. 7 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി ജനങ്ങൾ അറിഞ്ഞു. എന്നിട്ട് അവൻ പറയാം ആരും അറിഞ്ഞിട്ടില്ല. അല്ല, അത് ഇവളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേ ഇവരിങ്ങനെ നോക്കും, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ, അല്ല ഇതെന്റെ വൈഫാ. അയ്യോ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? അങ്ങനത്തെ സംസാരം വരും. ഞാൻ വിശ്വസിക്കില്ല. അത് മോശം സംസാരം. അല്ലല്ല, ഞാൻ പറഞ്ഞല്ല അത് കള്ളത്തരാന്ന്. ഇവിടെ റെയിൽ ഫേസ് ഇതല്ല. പുറത്തിറങ്ങുമ്പം ഇങ്ങനെയൊക്കെ നിൽക്കും. വീട്ടിന്റെ അകത്ത് വേറെ പേര് തക്കുടുമ്മ എന്നാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. തക്കുടുമ്മ കാണിക്കുന്നുണ്ട് അവര് പിണക്കം വരുമ്പോഴത്തേക്ക്. ഇത് ഒരു വീടായിട്ട് അങ്ങ് സങ്കല്പിച്ച് മുന്നോട്ടേക്ക് പോവാം. മോള് കാണിച്ച എങ്ങനെയാന്ന് പെടകമ്പം. ഇത് ഇരട്ടപ്പേരുകൾ എന്തോരാ വരുന്നേന്ന് നോക്കിയേ. വേറെന്താ ഇരട്ടപ്പേര്? അത് സംഭവം എന്താണെന്നറിയാവോ? ഞാനിപ്പോ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ വഴക്കൊക്കെ പറയത്തില്ലേ, അവള് പെട്ടെന്ന് സാഡ് ആവും. നമുക്കതല്ലേ ചെയ്യാൻ അറിയുള്ളൂ, തിരിച്ചു വഴക്കറിയാൻ അറിയില്ലല്ലോ. ചെന്നിട്ട് പെട്ടെന്ന് എന്റെ പൊന്നേ വാവി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും ആളങ്ങ് ഓക്കെ ആവും. ചില റിലേഷൻഷിപ്പിലൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ മിണ്ടാക്കി ഇരിക്കത്തില്ലേ. ഇതങ്ങനല്ല, നമ്മൾ പോയി മിണ്ടണം, സ്നേഹിക്കണം. നീ ആ പൊന്നാ ഗ്യാങ്ങിലുള്ളതാണോ? ഞാൻ പൊന്നാ ഗ്യാങ്ങിലുള്ള അടിയടാ, ഞാൻ പൊന്നാന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. പൊന്നാ ഗ്യാങ് വേറെ ലെവൽ, അത് വേറെ യൂണിവേഴ്സാ. അയ്യോ അതെ പൊന്നാന്ന് വിളിക്കും. അഖിലേട്ടാ നിങ്ങൾ ഇതിലില്ല, കേട്ടാ മതി. നിങ്ങൾ ബാച്ചിലറും അല്ല, ക്രോണിക് ബാച്ചിലറിനെക്കാട്ടിലും ബാച്ചിലർ ആയിട്ട് ഇരിക്കുകയാണ്. പൊന്നന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പൊന്നന്മാരുടെ സ്കിറ്റ് നമുക്ക് ആദ്യമേ കാണേണ്ടത്. എന്നിട്ട് ചിരിക്കാനൊക്കെ റെഡി ആയിക്കോ. നമ്മുടെ ബാറ്ററി സ്കിറ്റും എല്ലാം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ആദ്യം തന്നെ ഒരു അടിപൊളി സ്കിറ്റ്. പ്രിയ കലാസ്നേഹികളെ, എന്നും വെറൈറ്റി നാടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ള ലാൽ ബാബു ക്രിയേഷൻസ് ഒരു പുതിയ നാടകവുമായി എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നും കേട്ട് പരിചിതമുള്ള വാക്കുകൾ കോർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന മൊബൈൽ ഡ്രാമ അടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ആരംഭിക്കും. നിങ്ങളുടെ ലൈക്കുകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഷെയർ ചെയ്യട്ടെ. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് വീഡിയോ കോൾ ട്രാപ്പാണുണ്ണി, വോയിസ് കോളല്ലോ സുഖപ്രദം. അഥവാ വീഡിയോ കോൾ ട്രാപ്പാണ് ഉണ്ണി, വോയിസ് കോളല്ലോ സുഖപ്രദം.
ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ്. സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. ഇന്ന് ഓഫർ ഉണ്ട്. 399 രൂപയേ ഉള്ളൂ. മാത്രമല്ല രാത്രി 1 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്തോളൂ. ചെയ്ത് ഇന്ന് അത് അറിഞ്ഞിട്ട് ഗോൾഡൻ ലൈവ് ഉണ്ടായി. അയ്യോ എന്റെ അമ്മോ, ഒരു ചാരിറ്റിക്ക് ചോദിച്ചാൽ ഒരുത്തന്റെ കയ്യിലും പൈസ ഇല്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ചറപറ എന്നാണ് പൈസ. ആ റീൽ ചെയ്യാൻ സമയായി. മോളെ ഗൂഗിളേ. അയ്യോ അപ്പന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ ആ കേട്ടത്? അപ്പ വാട്സപ്പാ. അപ്പ ഞാൻ രാവിലെ മുതൽ അപ്പനെ സെർച്ച് ചെയ്യുവാ. അപ്പൻ എവിടായിരുന്നു? മോളെ FB കുറച്ച് ഡോളർ വന്നില്ലേ, അത് മാറ്റാനായി പവർ ബാങ്കിൽ പോയതാ. എന്നിട്ടെന്താ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പ്ലേ സ്റ്റോറിലും കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പൻ എനിക്ക് വേണ്ടി എന്താ വാങ്ങി വന്നേ? ഒരു പാക്കറ്റ് ലൂഡോയും കുറച്ച് കാൻഡി ക്രഷ്. അപ്പാ പക്ഷെ എനിക്ക് കാൻഡി ക്രഷ് വേണ്ടപ്പാ. പിന്നെന്ത് വേണം? നല്ല ചൂട് PUBG വേണമായിരുന്നു. മോളെ അതൊക്കെ നിരോധിച്ചില്ലേ, ഒരു പ്ലേ സ്റ്റോറിലും അത് കിട്ടാനില്ല. എന്താ അപ്പ പെട്ടെന്നൊരു ഹാങ്? അപ്പാ അപ്പന്റെ സോഫ്റ്റ്വെയർ കൂടി വരുന്നുണ്ട്. സെറ്റിംഗ്സ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി. മാത്രമല്ല ഈ മുഖത്ത് ബ്രൈറ്റ്നെസ് കുറയുന്നുണ്ടപ്പാ. അതെ മോളെ, അച്ഛന്റെ സ്റ്റോറേജ് ഫുള്ളായെന്നാ തോന്നുന്നത്. ഇനി എത്ര ജി ബാക്കിയുണ്ടോ? അപ്പൊ എന്താണ് ഈ അസ്ഥാനത്തൊരു വോയിസ് നോട്ട്? ഒന്നുമില്ല മോളെ, പഴയതുപോലെ അല്ല. മോളുടെ മോണിറ്റൈസേഷൻ ആയിരിക്കും നയമാണ്. അതുകൊണ്ട് മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേക്ക് ഐഡിയിൽ നിന്നും പല കമന്റുകളും വരും. നോ റിപ്ലൈ. മനസ്സിലായോ? ഹാക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ മെസ്സഞ്ചറും തുറന്നിട്ട് ഇരിക്കരുതെന്ന്. ഇല്ലപ്പാ, ഞാൻ പാറ്റേൺ ലോക്കിട്ട് പൂട്ടി വെക്കുവപ്പാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ ഹെയറിലായി വൈറലാവും. മനസ്സിലായോ? അപ്പാ എന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് സൂക്ഷിക്കാൻ എനിക്കറിയാം അപ്പാ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കുടുംബത്തിന് ഒരു ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. അത് നീയായിട്ട് തകർക്കരുത്. ഇല്ലപ്പാ, ഒരിക്കലും ഇല്ല. ഇത് എന്തുകൊണ്ടാ പറയുന്നത് നിനക്കറിയാമോ? എന്താപ്പാ? അപ്ഡേറ്റ് ചെയ്യാത്ത ഗൂഗിൾ മാപ്പും 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയും ഒരുപോലെ. എന്താണപ്പാ? എപ്പോഴാ റൂട്ട് തെറ്റുന്നെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. മോള് വിഷമിക്കണ്ട. മോളെ നിനക്കൊരു ചേട്ടനില്ലേ, ചാറ്റ് GPT? അവൻ എവിടെ? അറിയില്ലപ്പാ. കാലത്ത് വീട്ടിൽ നിന്ന് 2 ഇമോജി കഴിച്ച് പോയതാണ്. എവിടെയാണെന്ന് അറിയില്ല. ആ ടെലഗ്രാമത്തിൽ നീ കാണും അവൻ. ഞാനിവിടെ ഉണ്ട് വാട്സപ്പാ. വന്നല്ലോ ഫുൾ ബ്ലോഗർ, വിളമ്പി കൊടുക്കടി. വാട്സപ്പാ, എന്നെ കാണുമ്പോൾ ഒരു സ്മൈലി എങ്ങനെ ഇട്ടുകൂടെ വാട്സപ്പാ? എന്നെങ്ങനെ ഡിസ്ലൈക്ക് ചെയ്യണോ? എന്തിനാ ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്ന്? ഒരു അപ്ഡേഷൻ ഇവനില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന് അപ്ലോഡ് ചെയ്തിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നതല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമടാ വാട്സപ്പാ? നിന്റെ പെങ്ങൾ ഗൂഗിളിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോടാ? കൊണ്ട് എന്റെ കുഞ്ഞി പെങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമത്തിൽ നിന്നും ഒരു കൊളാബ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ റേഞ്ച് കൂടും. അപ്പച്ചാ റേഞ്ച് കൂടും. അതെ, നമുക്ക് റീച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടന്റ് ഉറപ്പിച്ചാലോ? എന്താ മോളെ, ആ കണ്ടന്റ് ഉറപ്പിച്ചാലോ? മോളെ പെട്ടെന്നെന്താ ഒരു ഫ്ലൈറ്റ് മോഡായത്? അത് അപ്പച്ചാ പറയൂ. അത് അപ്പാ ഈ കൊളാബ് റിവ്യൂ ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്താ പോരെ? അല്ല, റിവ്യൂ ഒക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം. പക്ഷെ എന്തോ
എന്തോ ഒരു പന്തികേട് കാണുന്നുണ്ട്. വാൾപേപ്പർ കണ്ടിട്ട് അവളുടെ ഗാലറിയിൽ എന്തോ ഹൈഡ് കണ്ടിട്ടിട്ടുണ്ട്. മോളെ നീ വന്നേ, ചെല്ലു മോളെ. നീ വന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ അറിയാതെ മോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ചെയ്യുന്നുണ്ടോന്ന്? ചെയ്യുന്നുണ്ടോ മോളെ? Tell me. സ്റ്റോറി അപ്പാ, സ്റ്റോറി. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടപ്പാ. ഫോളോ ചെയ്യുന്നുണ്ട്. ആരാടിയവൻ? ആരാടിയവൻ? തക്കി തൂക്ക. നക്കി തൂക്കാനാ? എടാ ഫുഡ് ബ്ലോഗറെ, നക്കി എപ്പോഴും തൂക്കാൻ. നക്കി തൂക്കുന്ന കാര്യം മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂടാ. അവള് പറഞ്ഞ നക്കി തൂക്കാനല്ല പറഞ്ഞത്, ജട്ടി തൂക്കാനാ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്? അതല്ല, അവന്റെ പേര് തക്കി തൂക്ക. തക്കി തൂക്ക. അവൻ നിന്നോട് ഫോളോ ചെയ്ത സ്ഥിതിക്ക് നിനക്ക് അൺഫോളോ ചെയ്തൂടെ? ഇല്ലപ്പാ, ഇല്ല വാട്സപ്പാ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് അങ്ങ് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് നിന്നെ അവൻ ലൈക്ക് ചെയ്തു, നാളെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറയൂ, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല വാട്സപ്പാ, എന്റെ തക്കി അങ്ങനെ പറയില്ല. എന്റെ തക്കി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇൻസ്റ്റാഗ്രാമത്തിൽ പോയിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കാം. പോരെ? അങ്ങോട്ട് പോയി നിന്നാൽ ഇങ്ങോട്ട് വാ, ഫോളോ ചെയ്യ്. എന്നെ ഫോളോ ചെയ്യൂ. എന്റെ ഗൂഗിൾ ക്രോമിലമ്മേ എന്റെ തക്കിയെ കുറിച്ച് ഫ്രഷ് കണ്ടന്റ് കേട്ടാ മതി. ഗൂഗിളേ, എന്റെ തക്കി എന്റെ തക്കി എന്താ ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ പെട്ടെന്നൊരു വരവ്? മണ്ടിപ്പെണ്ണേ, ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ചെന്ന് കയറാൻ ലൈസൻസ് ഉള്ള ഒരു ട്രാവൽ ബ്ലോഗറാണ് ഞാൻ. തക്കി, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അപ്പനും ചാറ്റ് ജിപിടിയും തക്കിയെ തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ വീട്ടിൽ ആരുമില്ല അല്ലേ? ഇല്ല. നമ്മൾ രണ്ടുപേർ മാത്രം. അതെ. അപ്പോ ഒഴിഞ്ഞു കിടക്കുന്ന ഗാലറിയാണ്. നമുക്ക് രണ്ടുപേർക്കും അകത്ത് പോയി ഒന്ന് പോഡ്കാസ്റ്റ് ചെയ്താലോ? വേണ്ട, നമ്മളുടെ പോഡ്കാസ്റ്റ് ആരെങ്കിലും കണ്ടാൽ അത് മൊത്തം ബ്രോഡ്കാസ്റ്റ് ആവും. പിന്നെ ഈ നാട്ടില് മുഴുവനും അത് ടിക്ടോക്ക് ആവും. ടിക്ടോക്ക് ആവട്ടെ, നല്ലതല്ലേ? മില്യൺ വ്യൂവേഴ്സ് വരും. സായിപ്പിന്റെ ഡോളർ വന്ന് കൂടും. പിന്നെ നമ്മൾ ആരാ? 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 സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി. ചന്ദ്രനൊത്തൊരു തുടങ്ങാം. അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ. ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നില്ലേ? അല്ല, സംഭവം വേറൊന്നുമല്ല. ഈ സൈലന്റ് മൂഡ് കണ്ടിട്ട് എന്റെ ഹോട്ട്സ്പോട്ട് ഉണർന്നു. അതുകൊണ്ട് എനിക്കൊരു ഉമ്മ വരുമോ? തക്കി എന്ന് വിളിച്ച വാഗുണ്ട് ഡാഷ് ബോർഡ് എന്ന് വിളിക്കരുത്. എന്നെ ഹാഷ്ടാഗ് ചെയ്യുവാണോ? ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല തക്കി. ഇതൊക്കെ കല്യാണത്തിന് ശേഷമേ പാടുള്ളൂ. ഇനി നമ്മൾ 90 കിഡ്സ് അല്ല, we are Gen Z. ഇവിടെ ഇതാണ് ട്രെൻഡ്. ഏത്? കല്യാണത്തിന് മുമ്പ്. അതുകൊണ്ട് ഞാൻ പുതുതായിട്ടൊരു ബ്ലോഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്ത്? യോയോ റൂമുകളെ കുറിച്ചുള്ള ഒരു വ്ളോഗ്. നമുക്ക് അങ്ങനെ ഒരു റൂമിൽ പോയി ഒരു റൂം എടുത്ത് കട്ടിലിരുന്ന് ഒരു വ്ളോഗ് ചെയ്താലോന്ന്. അത് എനിക്ക് പേടിയുണ്ട്. പേടിച്ചിട്ട് കാര്യമില്ല.
പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് എന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ മതി. മതിയോ? ഇതാണ് നമ്മുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. എന്നാ നമുക്ക് റൂമിലേക്ക് പോകാം. മോളെ ഗൂഗിളേ, മോളെ ഗൂഗിളേ, വാട്സപ്പാ എന്റെ പൊസിഷൻ എവിടെയാണ്? മോളെ നീ പറഞ്ഞില്ലേ ഒരു ടക്ക് ടൂക്കിയെ പറ്റി? ഞങ്ങൾ അവനെ കുറിച്ച് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ? ഫേക്ക് ആണ്, ഫേക്ക്. അപ്പൻ എന്താ അപ്പ പറയുന്നത്? കപ്പ. ഫുട്ബോൾ മാറി നിൽക്കും. ഫേക്ക് ആണ് അവൻ, വെറും ഫേക്ക് അല്ല, ഫേക്ക് പ്രോ ആണവൻ, ഫേക്ക് പ്രോ. അപ്പ ഇത് ഏതോ ഓൺലൈൻ ന്യൂസുകാര് അപ്പന് ഫേക്ക് ന്യൂസ് തന്നേക്കുവാണ്. അല്ല എന്റെ തക്കി ഫേക്ക് അല്ല. നമുക്ക് തക്കിയോട് തന്നെ ചോദിക്കാം. എന്നാ ചോദിക്കാം, വാ പോവാം. അവിടെ പോണ്ട, പിന്നെ തക്കി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാ? അപ്പൊ അവൻ തക്കിയല്ല, നക്കിയാണ് അവൻ. റൈഡല്ലേ? ഇതാണ് തക്കി, ഇതാണ് എന്റെ തക്കി. ചോദിച്ചു നോക്ക്, അപ്പൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു നോക്ക്. ഇവരെന്തിനാ മുഖം മറച്ചിരിക്കുന്നത്? എന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. എന്റെ ലോക്ക് ഞാൻ പൊളിക്കണോ അതോ നീ പൊളിക്കുന്നോ? നോക്കട്ടെ. അശ്വതി അച്ചു, സുധീഷുജാ, സുധീഷുജാ ഒറ്റക്കണ്ട് കാണിച്ച്. അഞ്ജന അപ്പുകുട്ടൻ. സരയു ഗാരു ഗുരു. അയ്യോ ഫേക്കാണ് മോളെ, ഇവൻ കട്ട ഫേക്കാണ്. ഫേക്കിന്റെ രാജാവാണ് അവൻ, രാജാവ്. ഫേക്കിന്റെ രാജാവാണ് മോളെ ഇവൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ അപ്പന് ചാറ്റ് എങ്ങനെ അറിയാം? പറഞ്ഞു വിടറാ. അച്ഛൻ പറ. കണ്ടുപിടിച്ച പറഞ്ഞു വിട്. അച്ഛൻ പറ, അച്ഛനെ പറയണ്ടേ? അവര് പറയണ്ട, ഞാൻ പറയാം. ഇവര് രണ്ടുപേരും എന്റെ ഫാൻസാ. ഇത് അശ്വതി അച്ചുവിന്റെ ആളാ. രാത്രി എന്റെ ഫേക്ക് ഐഡിയാണ് അശ്വതി അച്ചു. അതിന് രാത്രി ഒരു 10 മണിയാകുമ്പോ പുള്ളിക്കാരൻ വന്നിട്ട് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഏതാന്ന് അറിയാം. മറ്റേ പുള്ളിക്ക് ഡ്രസ്സ് ഏതാന്ന് അറിയണ്ട, ഡ്രസ്സിന്റെ കളർ അറിഞ്ഞാൽ മതി. പിന്നെ കുളിക്കുമ്പോ കപ്പിന്ന് വെള്ളം വീണ ശബ്ദം കേൾക്കണം, കരിയിലെ കൂടെ ചവിട്ടി നടക്കണ ശബ്ദം കേൾക്കണം. കൂടുതൽ പറയണ്ട. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ സോൾവ് ആവും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി മോളെ, നീ അവനെ കെട്ട്, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഈ ഫേക്കിനെ വേണ്ട. അവൾക്ക് വേണ്ടെന്നാണ് അത് പറഞ്ഞാ പറ്റൂല. എങ്ങനെ വേണ്ടെന്ന് പറയും നീ? ഇങ്ങോട്ട് മാറിയില്ലേ? നീ ഞാനും കൂടെ ഇഷ്ടമായതിന്റെ അന്നോട്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ തൊട്ട് ഞാനത് പോഡ്കാസ്റ്റ് തുടങ്ങും. അത് കാശും കൊടുത്ത ആൾക്കാർ മേടിക്കുകയും ചെയ്യും. നീയും തൂങ്ങും, നിന്റെ അപ്പനും നാറും സകല മനുഷ്യരും നാറി. എനിക്ക് കണ്ടന്റ് മതി, എനിക്ക് കണ്ടന്റ് മതി. അപ്പാ എന്ത് ചെയ്യും? അപ്പാ എന്ത് ചെയ്യും? കുടുംബത്തിന് നാണക്കേടായ സ്ഥിതിക്ക് ഞാൻ കരഞ്ഞ് കാല് പിടിക്കാം. ആരവന്റെ? അവന്റെ. അല്ലാതെ എന്ത് ചെയ്യാൻ? വേണ്ട അച്ഛ കാല് പിടിക്കണ്ട. ഇതുപോലുള്ള ഫേക്കുകളുടെ കാലല്ല പിടിക്കേണ്ടത്. സ്ത്രീകളുടെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഇവന്മാരുടെയൊക്കെ ബെൽബട്ടനാണ് അടിച്ചമർത്തേണ്ടത്. എന്റെ ബെൽബട്ടൺ തകർന്നേ. ഇന്നൊരു കാര്യം മനസ്സിലായില്ലേ മോളെ? വീഡിയോ കോൾ ദുഃഖമാണ് ഉണ്ണി, വോയിസ് കോൾ അല്ലോ സുഖപ്രദം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ചിരിക്കാനുള്ള മുഹൂർത്തം ദാ വരാൻ പോവുകയാണ്. അഖിലൻ ആലിസ്, come on. അതായത് ഇപ്പൊ ഇവര് രണ്ട് സ്ഥലത്തിരിക്കുന്നവർ സംസാരിച്ചപ്പോ ഇതില് കോമൺ ആയിട്ട് KSEB വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ? അവര് ഫ്യൂസൂരി എന്നൊക്കെ തമാശ പറഞ്ഞെങ്കിൽ അവര് KSEB നല്ല ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വേണ്ട ഒരു KSEB കറണ്ട് സ്കിറ്റ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു കറണ്ട് പോക്കലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രഞ്ജിത്തേട്ടൻ ആൻഡ് നിമിഷ. പക്ഷെ അന്നും ഇന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ ബാറ്ററി ഉള്ളു. അതെ, ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓൺ ആണ്. എന്നാ നമ്മുടെ സ്കിറ്റ് ഓൺ ആ, കണ്ടോ? കമോൺ. ചുറ്റും ചൂളമിടും നിനക്കെന്തിനും പാൽമധുരം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചേട്ടാ, അല്ലെങ്കിൽ അതൊക്കെ നാളെ പറയാം. ബാഞ്ഞു അപ്പുറത്തും കൂടെ നുള്ള്, അല്ലെങ്കിൽ അപ്പുറത്തേനും ഈഗോ അടിക്കും.
എന്താടാ ഗാനമേളക്ക് മിക്സർ അങ്ങോട്ട്. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. അതെ, നമുക്ക് പാല് കുടിച്ചു തുടങ്ങിയാലോ? ഈ കറണ്ട് ഓഫീസിൽ ഞാൻ പാലിനെവിടെ പോയി? ഇതെവിടെ കുത്താനാ? കുത്താനല്ല, ഈ ഫീസിൽ കടിച്ചങ്ങ് തുടങ്ങാം. ഫീസ്. ചേട്ടാ, ഇനി പകുതി ചേട്ടൻ കടിക്ക്. അതെന്ത്? അതാണ് അതിന്റെ ചടങ്ങ്. ഞാൻ ചാർജായി ഇന്ന് അവളെ ഞാൻ കറണ്ട് അടുപ്പിച്ച് കൊല്ലും. ഈ മഴ പെയ്യുന്ന സമയത്ത് ഫീസ് ഊരരുത്. അത് ഊരാൻ വേണ്ടിട്ടല്ലേ ഈ ലൈൻമാൻ രവി ഉള്ളത്. ഞാൻ വരും, ഊരും കേട്ടാ. ഇതാണ് എന്റെ കുഴപ്പം. ഞാൻ ഈ ഫോൺ ചെയ്ത് കഴിഞ്ഞാലേ പരിസരം മറന്ന് വേറെ റൂമിലൊക്കെ പോയി കയറും. ഇവിടെ ആദ്യരാത്രിയോ മറ്റോ നടക്കുന്നു തോന്നുന്നു. ക്ഷമിക്കണം കേട്ടോ, ഞാനൊന്നും കണ്ടില്ല. കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെ ഹെൽമെറ്റ് എടുത്ത് തലകളാക്കി വെച്ചേക്കണ്. എന്താ ഇവിടെ പരിപാടി? എന്താണ് ഇത്? ഞങ്ങളുടെ പ്രതിഷേധ ആദ്യ രാത്രി. മനസ്സിലായില്ലേ? ഇത് ഞങ്ങളുടെ പ്രതിഷേധ ആദ്യ രാത്രി. ഇതെന്തോന്ന് പഴയ ജനതാ പാർട്ടിയുടെ ചിഹ്നോ? മനസ്സിലാക്കി തരാം. നിങ്ങളെ ഈ കറണ്ട് ഓഫീസും നിങ്ങളുമാണ് എന്റെ കല്യാണം ആദ്യ രാത്രി മുടക്കിയത്. നമ്മള് മുടക്കിയെന്ന്? നമ്മൾ കറണ്ട് ഓഫീസ് അതെങ്ങനെ മുടക്കി? പറഞ്ഞുതരാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായി. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് ഞാൻ ആദ്യ രാത്രിയിലോട്ട് കാലെടുത്ത് വച്ചതും കറണ്ട് പോയി. ടൈമിംഗ് അതാണ് നമ്മൾ കറണ്ട് ഓഫീസിന്റെ ടൈമിംഗ്. കണ്ടാ, അവർക്ക് ഇരുട്ടാക്കി കൊടുത്തു ആദ്യ രാത്രി നടത്താൻ സൗകര്യത്തിന്. അങ്ങനെ ഇരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ അകത്ത് കയറി ആ മണമൊക്കെ ആസ്വദിച്ച് കണ്ടാസ്വദിച്ച് എല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ലൈറ്റ് അണയ്ക്കുന്നതല്ലേ അതിന്റെ ഫീല്. ഓ, നല്ല ഫീലായി. ആദ്യ രാത്രി ആഘോഷിക്കാം. അതല്ലേ നിങ്ങൾ തൊലച്ചിരുട്ടാക്കിയത്? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. എവിടെയെങ്കിലും ലൈറ്റ് ഇട്ട് ആദ്യ രാത്രി ആഘോഷിച്ച ചരിത്രം ഉണ്ടോ? ഇരുട്ടാണ് ആദ്യ രാത്രിക്ക് നല്ലത്. നിനക്കേ ഞാൻ നല്ലൊരു ഇരുട്ടത്ത് ഒരു ഫലൂട വാങ്ങിച്ചു തന്നാ തിന്നൂല. എന്തുകൊണ്ട്? ഞാൻ വെട്ടത്ത് കൊണ്ടുപോയിട്ട് അത് ഫലൂടയാണോന്ന് നോക്കും. എന്നിട്ട് അതിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കും. എന്നിട്ട് മുകളിൽ നിന്ന് ആ ഫലൂട ഇങ്ങനെ കഴിച്ച് പോകും. ഇത്രേ ഞാനും ആഗ്രഹിച്ചോളൂ. നിനക്ക് ഫലൂട കൊണ്ടുവച്ച് കഴിക്കാനേ, ഇത് ജ്യൂസ് കടയല്ല. ഈ ഫലൂടയും കൊണ്ട് ഇപ്പൊ ഇറങ്ങിക്കൊള്ളു ഇവിടെ. നീ അന്ന് ഫീസ് ഊരിയപ്പം ഞാൻ അന്ന് ആ മുറിക്കകത്ത് നിന്ന് വേർത്തു. അവസാനം കറണ്ട് വന്നപ്പം ഞാനൊന്ന് കുളിക്കാൻ കയറി. കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോ വീണ്ടും കറണ്ട് പോയി. അപ്പൊ ഞാൻ വേർത്തു. കറണ്ട് വന്നപ്പോ ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി കയറി. കണ്ടന്റ് വന്നേ ഉള്ളൂ പറയങ്ങോട്ട്. ഞാൻ കുളിച്ച് മെല്ലെ പുറത്തിറങ്ങി. പഴയക്കും കുളിച്ചിട്ട് വന്ന അത് കഴിയുമ്പോ ഞാൻ വേർക്കൂല. നീ വേർത്തേക്ക് മാറി തൊടാ. പിന്നെ കുളിക്കാൻ കയറിയില്ലേ? കറണ്ട് പോയല്ലോ. പിന്നെ കറണ്ട് വരുമ്പോഴേ എടേ അന്ന് രാത്രി മൊത്തം ഞാനും അവള് മാറി മാറി കുളിച്ച് നിന്നു. അതാണ് സംഭവം. എങ്ങനെ ഇരിക്കണേ? കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളത്തിന് ഇവര് മൊത്തം കുളിച്ച് പിന്നെ എങ്ങനെ കറണ്ട് ഉൽപ്പാദിപ്പിക്കും? ഇരുട്ട വെളുക്ക കുളിച്ച് പിന്നെ എങ്ങനെ കറണ്ട് ഉണ്ടാവും? നമ്മൾ ഒരുമിച്ച് കുളിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വെള്ളമാകത്തില്ലേ? അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അല്ല, വാട്ടർ അതോറിറ്റി എടുത്ത് ചോദിക്കണം. ഹലോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഞാൻ ലാസ്റ്റ് കുളിച്ചിറങ്ങിയപ്പോ ഇവൾ എന്റെ അടുത്ത് ചോദിച്ചെന്താണെന്ന് അറിയാമോ? ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ. നേരം വെളുത്തില്ലേ? നേരം വെളുത്താ അപ്പൊ വെളുക്ക കുളിച്ച്. അവസാനം ഞാൻ പറഞ്ഞ് 4 ഊറ്റി പുട്ടും 2 കടലക്കറി എടുക്കും. 4 ഊറ്റി പുട്ടാ? അത് ഫലൂടെ കിട്ടിയില്ല. ഈ പുട്ട് നിന്നെങ്കിലും ഞാൻ വിശപ്പട കിട്ടണം. അവന്റെ ഒടുക്കത്തെ വിശപ്പ് കേട്ടാ. എന്തൊക്കെ പറഞ്ഞാൽ ശരിയല്ല. ഈ പുല്ലെല്ലാം പറയിക്കൊണ്ട് ഇവിടെ പൊയ്ക്കൊള്ളാം. ഇവിടെ ആദ്യ രാത്രി തേങ്ങ ഒന്നും നടക്കൂല. അടുപ്പാണിക്കല്ലേ കട്ടിലിൽ പിടിക്കണമെങ്കിൽ സ്വഭാവം
ആഹാ ഇല്ല, പറ്റൂല പറ്റൂല പറ്റൂല. എനിക്ക് ആദ്യ രാത്രി ആഘോഷിക്കണം ആഘോഷിക്കണം ആഘോഷിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്തോന്ന് സ്ഥാനം മാറി കിണർ കുടിച്ചാൽ വെള്ളം കാണൂല. ഇവിടെ നിൽക്കായിരുന്ന എനിക്ക് എന്റെ ആദ്യ രാത്രി ആഘോഷിച്ചേ പറ്റൂ. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ അമ്മച്ചി. ആഘോഷിക്കാൻ പറ്റാത്തോണ്ട് അപ്പൊ അതാ എന്റെ ഫീസിനെ റാപ്പ് ചെയ്യണേ, എന്റെ ഫീസിനെ റാപ്പ് ചെയ്യണേ. ഞാൻ വന്നിട്ട് മുങ്കലങ്ങ എന്റെ നിന്നില്ലേ? അല്ല ചുണ്ട് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ തിരിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ആഘോഷിക്കാൻ ഇവിടെ കറണ്ട് വെച്ച് കൊല്ലം നോക്കണ പത്തി. ഈ വയമ്പ് തത്ത എന്തിനു പറയണ? തത്ത നിന്റെ തന്ത, തത്ത നിന്റെ തന്ത, തന്റെ തന്ത. കറണ്ടില്ലാതെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, ചാർജ് ചെയ്ത് ആദ്യ രാത്രി ആഘോഷിക്കാൻ ഇവൻ തോന്നി എന്തിനാ? എന്തിനും വന്ന് എനിക്ക് അതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടിടക്കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തിന്ന്. ഹലോ തെക്കുറിച്ചി, ഇനി വരൂ, ഞാൻ റെഡിയാക്കി തരാം. ഞാൻ ചുണ്ട് ഞാൻ വെളിയിലോട്ട് വലിക്കാം. അയ്യോ ലാലായി, തിരിച്ചാക്കാം. ഇപ്പൊ റെഡിയാ നോക്ക്. അയ്യോ ശരിയായി. നിന്റെ ഈ ഫീസും തേങ്ങ എല്ലാം കൂടെ ഞാൻ വാരി ആറ്റിലിടും. എന്റെ മാറങ്ങോട്ട് മാറ്. എന്റെ ഫീസ് മാത്രം തൊട്ട് വിളിക്കരുത്. നിങ്ങൾക്കറിയാം ഇവിടെ സമയം പോവാത്തപ്പോഴും രാത്രി ഞാൻ ഒറ്റയ്ക്കാണ്. സമയം പോകാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ ഗെയിം കളിയാണ് ഫീസിൽ. എന്നാണ് ഇത് കണ്ട, ഇത് 7ാമത്തെ വാർഡ്. അവര് ഉറങ്ങിയത് മതി, 8ാമത്തെ വാർഡിലുള്ളൊരു ഉറങ്ങട്ടെ. ഇത് 10ാമത്തെ വാർഡ്, 11ാമത്തെ വാർഡിലുള്ളൊരു ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ. ഇത് 6ാമത്തെ വാർഡ്, അവരുറങ്ങണ്ട. എന്റെ അമ്മായിയപ്പനാണ്, അവ എന്റെ കുറെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇനി ഉറക്കം കളയുമ്പോൾ ഉണ്ടല്ലോ, സാധാരണക്കാരുടെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതെന്താണ്? ഞാൻ ആറ്റു തോറ്റിരുന്ന ഒരു കല്യാണം കഴിച്ചേ ഇരുന്നില്ലേ? ഒരു കല്യാണം കഴിച്ച് ആദ്യ രാത്രി ആഘോഷിക്കാന്ന് വെച്ച് ഞാൻ എന്റെ മുറിയൊക്കെ നല്ല വൃത്തി അലങ്കരിച്ച് ഇല്ലാത്ത പൈസക്ക് ഒരു ഗ്യാസിയൊക്കെ വാങ്ങിച്ചിട്ട് തണുപ്പിച്ചു. നല്ല തണുപ്പെന്ന് പറഞ്ഞ ഗുണഗുണായിരിക്കും. എന്നിട്ട് ഞാൻ ഒരു മുല്ലപ്പൂവൊക്കെ എടുത്ത് കൈ ചുറ്റി ഞാനിങ്ങനെ എന്റെ മുറിയിലോട്ട് ഇങ്ങനെ കയറി. മണം കിട്ടിയ ആ മണത്തിൽ ഇങ്ങനെ കയറുമ്പോഴുണ്ടല്ലോ, നമ്മളിങ്ങനെ ഈ മഞ്ഞ് കൊട്ടാരത്തിൽ കയറുന്ന ഫീലാണ്. മഞ്ഞുമലയിൽ കയറുന്നത് പോലെ നമ്മളിങ്ങനെ കേറി 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 പോകും. അങ്ങനെ മഞ്ഞുമലയുടെ ഏറ്റവും മുകളിലെത്തും. അപ്പം കറണ്ട് പോകും. മഞ്ഞൊരു വിശർ കറണ്ട് വരും. അപ്പൊ വീണ്ടും ഈ മുല്ലപ്പൂവിന്റെ മണം പിടിച്ച് മഞ്ഞുമലയെ കയറി 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 മഞ്ഞുമല ഇറങ്ങ്, മഞ്ഞുമല ഇറങ്ങ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാത്രി 12 മണിക്ക് നീ എന്തിനു മഞ്ഞുമലയെ കയറാൻ പോകണം? നിനക്ക് മര്യാദയ്ക്ക് കട്ടലിൽ കടന്നു വിടാം. നിന്റെ കല്യാണം കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞ 4 പിള്ളേരും ഉണ്ട്. ഒരു കാര്യം അറിയാം, ഈ ഐസ്ക്രീം കടയിട്ടിരിക്കുന്നവനെ ഇല്ലാത്ത പൈസക്ക് സിപ്പപ്പ് വാങ്ങിക്കാൻ പോണ ചെറുക്കന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവണം. നിന്റെ സിപ്പപ്പ് പൊടിക്കുക ഇവിടെ നടക്കൂല, നടക്കൂല, നടക്കൂല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇവിടെ നമ്മൾ ഈ കറണ്ട് ഓഫീസിൽ തന്നെ നിങ്ങളെ ഈ ആദ്യ രാത്രി ആഘോഷിക്കണം ഇത്ര നിർബന്ധം എന്തിനാണ്? വാശി. അത് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതവും ഈ കറണ്ട് ഓഫീസുമായിട്ടും ഇണപിരിയാത്ത കുറെ ബന്ധങ്ങളുണ്ട്. പറഞ്ഞേട്ടാ, ഇവരെ ജീവിതവും കറണ്ട് ഓഫീസും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഒരു ബന്ധം നീ പറഞ്ഞ നിങ്ങൾ ആദ്യ രാത്രി ഞാൻ ഇവിടെ വെച്ച് നടത്തി തരും. പറയട്ടാ, ഒരുപാട് ബന്ധമുണ്ട്. ഞാൻ എവളും കൂടെ കല്യാണത്തിന് മുമ്പേ റോഡേ നടക്കുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. നോക്കിട്ട് ആൾക്കാർ നിന്ന് പറയും, ഇവര് തമ്മില് ലൈനാണ്. കറണ്ട് ഓഫീസ് ബന്ധം 1. അത് കഴിഞ്ഞ് എവളും ഞാനും ഇവളും കൂടെ പ്രേമമല്ല. അതിനുശേഷം ആദ്യം എവളോന്ന് തൊട്ടപ്പം എനിക്ക് എന്ത് കിട്ടി? കറണ്ട് ഓഫീസ് ബന്ധം 2. അത് കഴിഞ്ഞ് ഞാൻ ഇവളെ കാണാൻ വേണ്ടി ഒരു 3 മണിയാകുമ്പോൾ ജംഗ്ഷനിൽ വരാന്ന് പറയും. ഇവൾ ഒരു 5 മണിക്ക് വരും. 2 മണിക്കൂർ ഞാൻ അവിടെ എന്തായി? കറണ്ട് ഓഫീസ് ബന്ധം 3. ഇതെല്ലാം പോട്ട് എവളെ ഞാൻ കല്യാണം കഴിച്ചല്ലോ, എവളെ ഗർഭിണിയാവും. എവളെ ഗർഭിണിയായി കഴിഞ്ഞ ആദ്യത്തെ ചടങ്ങ് എന്താ? വയറ് കാണൽ. വയറ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബന്ധം 4. ഞാൻ ഇത്രയും വർഷം ഈ കറണ്ട് ഓഫീസിൽ ജോലി ചെയ്തിട്ട് ഇത്രയും ബന്ധം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞ എനിക്കൊരു നൂൽബന്ധം പോലും ഇല്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കറണ്ട് ഇല്ലാത്ത എന്തെന്നറിയാമോ? എന്തുകൊണ്ടാണ്? ആവശ്യത്തിനുള്ള കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെ എവിടെയാണ് കറണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്?
അവൾ അമ്പിളിക്കുട്ടന്റെ സഹോദരിയാ. ഈ ക്രിസ്റ്റോമാർ ഉറങ്ങിയെന്തോ. എടാ ക്രിസ്റ്റോമാർ, എന്തോ അളിയാ ഈ കറണ്ട് സൂക്ഷിക്കണ എവിടെ അളിയാ? ട്രാൻസ്ഫോമറിൽ. ആ കുഴപ്പമില്ല കിട്ടി. ബാക്കി ഞാൻ കേറിക്കോളാം. പറഞ്ഞുതരാം. കറണ്ട് സൂക്ഷിക്കുന്നത് ട്രാൻസ്ഫോമറിലാണ്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ താഴെ കുറെ കവറുകൾ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ തുള്ളി തുള്ളിയായി ഇങ്ങനെ കറണ്ട് വീഴും. അതിന്ന് ഓരോന്ന് എടുത്തോണ്ട് ആൾക്കാർ വീടുകളിൽ പോകും. അങ്ങനെയാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. ആര് പറഞ്ഞു? കൃഷ്ണകുമാർ. ഈ കൃഷ്ണകുമാരനോട് പറയണം കവറിന് പകരം ചിരട്ട വയ്ക്കാൻ. അവന് പണ്ട് റബ്ബർ കൊട്ടായിരുന്നു ജോലി. അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെയൊന്നും പറയൂല. ഈ കൃഷ്ണകുമാരനെ വിളിയടാ. ആവശ്യത്തിലധികം പൊക്കവും വെച്ചോണ്ട് വന്ന് ഇന്ന് മണ്ടത്തരം പറയുന്ന ഹലോ ആണോ? അയ്യോ മഴവളഞ്ഞു വാ. ഒരു സംഭവം ഉണ്ട്. 6ാമത്തെ വാർഡിൽ കറണ്ട് ഇല്ലല്ലോ. അവിടെ ഇന്ന് 2 കല്യാണം ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് അവർക്ക് ആദ്യ രാത്രി ആഘോഷിക്കാൻ പറ്റില്ല. അവര് കട്ടിലും മെത്ത എല്ലാം എടുത്തോണ്ട് ആ ദമ്പതികൾ ഇങ്ങോട്ട് വരണം ആദ്യ രാത്രി ആഘോഷിക്കാൻ. അയ്യോ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന എനിക്കൊന്നും പിടിയിട്ടില്ല. പിടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സമൂഹ വിവാഹം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നീ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സമൂഹ ആദ്യ രാത്രി. സമൂഹ ആദ്യ രാത്രിയാ? എനിക്ക് വയ്യ. ഇത് ഭയങ്കര ക്യാരക്ടറായി പോയല്ലോ മാമ. നിമിഷം നമ്മുടെ മാമനും ഭയങ്കര ഫയറിലായിരുന്നു. ഫയർ ഇപ്പോഴും നാളം പോയിട്ടില്ല. ഹലോ മാമി, ഇവിടെ രഞ്ജിത്ത് മാമിന് നിമിഷം ഭയങ്കര ബോഡി. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിമിഷം 3 മാസം പ്രഗ്നന്റ് ആണ്. അല്ല ഇത് റിയൽ ആയിട്ടില്ലേ? അതെ അതെ റിയൽ ലൈഫില്. പിന്നെ ഞാൻ വിചാരിച്ച കഥാപാത്രം കാര്യം ഇവിടെ ആദ്യ രാത്രി നടന്നില്ല. പിന്നെ ഇതെങ്ങനെ? അതല്ലേ നിമിഷയുടെ കൊച്ചിനെ ഇവിടെ പ്രസവിച്ചിട്ട് സ്കിറ്റും കളിപ്പിച്ചിട്ട് വേണം. വേദ ചേച്ചി സിനിമയിലാണെങ്കിൽ നമ്മൾ സ്കിറ്റിലൂടെ അത് കാണിക്കും. അതെ അതെ, അങ്ങനെ ഒരു ചരിത്രം നമുക്ക് വേണം. അങ്ങനെ അമൃത ടിവിക്ക് ഒരു കുഞ്ഞ്. പറയട്ടെ, ഇപ്പം നമ്മുടെ രഞ്ജിഷേട്ടൻ ചെയ്ത ക്യാരക്ടർ ലൈൻമെന്റ് ആണല്ലോ. അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബാണ് ഈ ലൈൻമെന്റ് എന്നുള്ളത്. അപ്പോ ശരിക്കും ഇപ്പം KCB വർക്ക് ചെയ്യുന്ന 2 പേരുണ്ട്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്താണെങ്കിലും മഴയാണെങ്കിലും നല്ലോണം പണിയെടുക്കുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും കുറ്റം പറയുകയും ചെയ്യും. അപ്പം അതിന്റെ ബേസ് ചെയ്ത് ഞാനും അമ്പാടിയും കൂടെ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെയോ? അത് ശരി. ശരിക്കും എല്ലാരും രാത്രിയാകുമ്പം പുഴുത്ത് ചീത്തവിളി കളിക്കും. ശരിയാ. മഴയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മരം ഒടിഞ്ഞു. ഇപ്പൊ മഴയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് മരം ഒടിഞ്ഞു വീഴുക. ആ സമയത്തെല്ലാം ആ സമയത്ത് അവർ വന്ന് ഇത് വെട്ടി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണ്ടേ. ഇത് അതിന് ആ റിസ്കാർ മനസ്സിലാക്കും. ഇതേപോലുള്ള സിറ്റുവേഷനിൽ കറണ്ട് പോയാൽ പിന്നെ ഗുണം വരൂലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ലൈറ്റ് എപ്പോ പോയാലും ഇലക്ട്രീഷ്യന്റെ വീട്ടിലാണെങ്കിലും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ദേഷ്യം വരും ഉറപ്പായിട്ട്. ബിക്കോസ് ആരും പ്രതീക്ഷിക്കില്ലല്ലോ ലൈറ്റ് പോണത്. അവരാ സ്കിറ്റ് പറയുകയും ചെയ്തു. സ്വന്തമായിട്ട് ഐസ്ക്രീം കട ഉള്ളവന് കടം മറിച്ചൊരു സിപ്പ പിടിക്കാൻ പോണ വിഷമം മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ അത്രയല്ലേ? കാസർഗോഡൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ വരാൻ ഭയങ്കര ഡിലേ ആണ്. എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കുന്ന അവിടെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ബ്ലോക്ക്. എന്നെ വിളിച്ചാൽ കിട്ടൂല. അയ്യോ സത്യം, എന്റെ മൊബൈലിൽ നിന്ന് നമ്പർ ഇപ്പോഴും ഉണ്ട്. ബ്ലോക്ക് ചെയ്തേക്കുവാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, ലോകത്തിൽ ആദ്യമായിട്ടാണ് KCB ഒരാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തത്. അഭിമാനിക്കാം. അത്ര ശല്യം. മിക്സിയൊക്കെ കംപ്ലൈന്റ് ആവുമ്പോ KCB വിളിച്ച് തെറി വിളിക്കും. കോള് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു, ചേട്ടൻ എന്റെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റൂല, ഇലക്ട്രിക് ആണല്ലോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു അവിടെ വേറെ 10 വീട്ടിൽ നിന്ന്, പുള്ളി എന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം, അവിടെ വേറെ 10 വീട്ടിൽ നിന്നൊന്നും കംപ്ലൈന്റ് വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ കറണ്ടിൽ കുത്തണ വണ്ടി ഇവിടെ 10 വീടുകളിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കുത്തണം എന്ന് പറഞ്ഞു പുള്ളി വെച്ച്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലേ ഇത്രയും ലൈഫ് റിസ്കിലിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലൈൻമെന്റിനും നമ്മളൊരു സല്യൂട്ട് കൊടുക്കുന്നത്. അല്ല റിസ്ക് മാത്രമല്ല, ഇപ്പൊ ഒരു ഓഫീസിൽ രാത്രിയിലാണെങ്കിൽ 4 ലൈൻമാൻ വരെ കാണത്തുള്ളൂ. അവർക്കൊരു 10-26 ട്രാൻസ്ഫോമറും കാണും. ഇവര് വേണം എല്ലായിടത്തും ഓടിച്ചെന്ന് ഈ 4 പേര് പോകാനായിട്ട്. പക്ഷെ അതാരും മനസ്സിലാക്കത്തില്ല. നമ്മള് ഷോയിലിരുന്ന് സല്യൂട്ട് കൊടുക്കും, നാളെ കറണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇല്ല ഞാൻ വിളിക്കില്ല. ഞാൻ തീരുമാനം എടുത്തു. ഈ സല്യൂട്ട് കൊടുത്ത ഡയാന ഇന്ന് വൈകുന്നേരം. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി പരിപാടി ബാറ്ററി നോക്കണ്ടേ? ഈശ്വര, നിങ്ങളുടെ ബാറ്ററി ഒക്കെ താന്നു പോയോ? 1 2 3
battery. അടിപൊളി. മാമനിപ്പോ സ്റ്റെപ്പ് ഇടുന്നത് എങ്ങനെയാണെന്നറിയോ? 10 വരെ ചെറുതായിട്ട്, 20 ആകുമ്പോ ഒന്നരങ്ങ്, 30 ആകുമ്പോ കുറച്ച് ഒപ്പന പക്ഷേ ആദ്രാത്ര നാണം ഇപ്പോഴും മുഖത്ത് കിടക്കില്ല. അത് നാണമല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ മാമി കാണുന്ന പേടിയാണ്. ഇതിന് നാണമെന്ന് നിങ്ങൾ വിചാരിച്ചത് ഇത് കിട്ടും വീട്ടിൽ നിന്ന് മറ്റേ തുടുപ്പിന് ഇട്ടു അടി. മിക്കവാറും ഫ്യൂസ് ഊരും. അപ്പൊ ഈ ഗുഡ് ന്യൂസിന് നമ്മൾ കാശ് കൊടുക്കണ്ടേ? തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട്, പക്ഷെ 2 ഗ്രൂപ്പുകളാണ് നിൽക്കുന്നത്. എന്താണ് ശ്വേത ചേച്ചി പരിപാടി? യെസ്, ആസ് യൂഷ്വൽ ഗെയിം ടൈം. ഗേൾസ് വേഴ്സസ് ബോയ്. ഗെയിമിന്റെ പേരെന്താണ്? ഷെയറിംഗ് ദ ടിഷ്യൂ. അറിയാലോ, ഷെയറിംഗ് ഈസ് കെയറിംഗ്. അപ്പൊ ഷെയറിംഗ് ദ ടിഷ്യൂ. ഓക്കെ, പക്ഷേ ചേച്ചി അവിടെയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. അവിടുന്ന് ടിഷ്യൂ എടുക്കുന്നു, ഊതി ഊതി അവിടെ കൊണ്ടുപോകും. ഓ, അങ്ങനെ ഊതാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഊതണ്ടേ? ചേച്ചി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ അതെ. അപ്പൊ ആദ്യം നിൽക്കുന്ന 2 പേര് ഡയന, അഖിൽ, അവര് അവിടുന്ന് കൈ പിന്നെ പുറകോട്ട് വെച്ച് ടിഷ്യൂ വായ വഴി കടിച്ച് എടുക്കുക. അത് മുന്നോട്ട് ഇങ്ങനെ കടിച്ച് 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 ലാസ്റ്റ് ആലിസും കൃഷ്ണകുമാർ വരെ എത്തിയാൽ പിന്നെ അവര് തിരിച്ച് ലാസ്റ്റ് ഡയനയും അഖിലിന്റെ അടുത്ത് എത്തിക്കുമ്പോ സൈസ് ഓഫ് ദ ടിഷ്യൂ ആണ് നിങ്ങളെ. ബേസിക്കലി ഏറ്റവും ചെറിയ സൈസ് ഏത് ടീമിനാണോ അവരാണ് ജയിക്കുക. ആദ്യം ടിഷ്യൂ എടുക്കുന്ന ആള് കടിച്ചു പിടിച്ച അടുത്ത ആള് മാക്സിമം ഏറ്റവും ചെറിയ കഷ്ണം, അതായത് ഏറ്റവും ചെറിയ പീസ് ഓഫ് ടിഷ്യൂ പേപ്പർ ഏത് ഗ്രൂപ്പിനാണോ അവരായിരിക്കും ജയിക്കുക. കടിച്ചു പിടിച്ച് വലിക്കുമ്പോൾ ഫോഴ്സിൽ വലിക്കുക, മാക്സിമം ചെറിയ പീസും കിട്ടുക, നമ്മൾ ജയിക്കും. പിന്നെ ഒരു മിനിറ്റ് പിന്നെ ട്വിസ്റ്റ് 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 ഇതില് ഒരു ടീം അറ്റ് എ ടൈമേ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം ഗേൾസ്, ലേഡീസ് ഫസ്റ്റ്. നമുക്കിത് മിക്സ് ചെയ്ത് കളിച്ചാലോ? എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിന് അടുത്ത ഗെയിം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ചേച്ചി മിക്സ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഗെയിമിന് ഒരു പേരിടായിരുന്നു. എന്തേ? ജതി നിർവേദം 3. അയ്യോ അയ്യോ ചേച്ചി, ആ മണിയൊന്നും അടിക്കോ? Okay, so and girls ready? ഒരു മിനിറ്റ്. ഗേൾസ് come on. നമ്മുടെ മനസ്സും ശരീരവും പല്ലും ടിഷ്യൂവും എല്ലാം. On your marks, get set, go. Okay. Wow, nice. എനിക്ക് എന്തോ പോലെ. ഓടി ചുണ്ട് യൂസ് ചെയ്യൂ. എനിക്ക് ആലീസിലോട്ട് എത്തുമ്പോഴൊന്ന് കാണാൻ. തിരിച്ചുപോയി, കുറഞ്ഞുപോയി. ഇനി ആ തുടങ്ങാൻ പോണ്. ഇനിയാണ് ആലിസിന്റെ യുദ്ധം. നല്ല ആൾക്കാരാട്ടോ. ജോസ് പ്രകാശ ഇവിടെ പല്ലിക്കമ്പീട്ടിലോട്ടോ നിങ്ങള്? എടി ഒരു ജനം കാണാണ്. ചെറുതാ ഞാൻ പെട്ടു. തിരിച്ചു കൊടുക്ക് ഡയനയ്ക്ക്. ഡയന സജിൻ ചേട്ടനി നമ്മിന്നെ കാണും, ഉറപ്പാണ്. ഡയന, ഓ ഡയന. അവര് ടിഷ്യൂ കടിച്ചു പിടിച്ച് കൈയൊന്നും വയ്ക്കണ്ട. ഇതിന് കെട്ടിപ്പിടിച്ചെടുക്കാൻ എന്തോടെ ഇത്? ഡയന നിങ്ങളിത് കാണുക. ഡയന ഇവിടുന്ന് പോയ 10 ഏക്കറിൽ 1/2 സെന്റ് തിരിച്ചു വന്നു. ചേച്ചി ഒന്നും കൂടെ തരുവാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഒരു കുഞ്ഞു പീസിനി. ഹലോ ആ ഒരു ഇതുണ്ടാവും അറിയാം. അടങ്ങ്, സ്വന്തം സഹോദരിയെ പോലെ. നമ്മള് വിചാരിച്ച പോലെ വെരി 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 സൂപ്പർ ഗേൾസ്. ഭയങ്കര എന്താ പറയാ,
ഭയങ്കര ഐഡിയാസും സ്ട്രാറ്റജീസും ഉണ്ടായിരുന്നു. സൂപ്പർ. അപ്പൊ ബോയ്സ് ചേച്ചി എനിക്ക് ഒരു കാര്യം പറയാണ്ട് ചേച്ചി, അത് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചെറിയ ഒരു തടസ്സം ഉള്ള കാരണം നമുക്ക് എനിക്ക് കുഴപ്പമില്ല, അളിയന് വലിയ കുഴപ്പമില്ല, ഇവർ രണ്ടുപേർക്കും 2 കൊമ്പം മീശ ഉള്ളതുകൊണ്ട് അതിൽപ്പെട്ട് അങ്ങനെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ അതൊന്നുമല്ല. ഓക്കെ അഖിൽ, on your marks, get set, go. കഥാപ്രസംഗം കളിക്കാതെ കളിച്ചോണ്ട് വേണ്ട. ചേർത്ത് എന്റെ സ്വപ്നത്തെ കസവണിയിച്ച സുന്ദരി. ഞാനേ കണ്ടുള്ളൂ. ചേച്ചി ഇതാണ് ഡയാന, തെളിവുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. ഇതാണ് ഞാൻ കഷ്ടപ്പെട്ട് ആ കൊന്നത്തെങ്ങി കയറി കൊണ്ടുവന്നു. ചേച്ചി ഒരു ചാൻസ് ഇവിടെ. അല്ല ഞാൻ ഒരു കാര്യം ഒരു മിനിറ്റ് ചേട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇല്ല ഇനി നടക്കും. പക്ഷേ ഈ ഗെയിമിൽ ഏറ്റവും ഇനിഷ്യേറ്റീവ് എടുത്ത ഞാനാണ് ചേച്ചി. അല്ലല്ല ഒരു കാര്യമുണ്ട്, ഈ അത്ഭുത ദ്വീപിലെ വലിയ മനുഷ്യനുമായിട്ട് ആ ഒരു ബോണ്ടിങ് ആണ് ഈ ഗെയിമിന്റെ വിജയം. അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അഖിലേട്ടന്റെ വായിന്ന ചേട്ടൻ കടിച്ചല്ല, ഉമ്മ വെച്ചെടുത്ത ഞാൻ കണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ? തേർഡ് എംപയർ അല്ലേ പ്രത്യേക സാഹചര്യം പോയിട്ടുണ്ടാവും. ഞാൻ ഈ പുള്ളി തമ്മിലുള്ള ബോണ്ടിങ് ആണ് പോയത് കേട്ടോ. നോക്ക്, നിങ്ങളുടെ ബോണ്ടിങ് ജനം മുഴുവൻ പറയും. നോക്ക്, ചെറിയൊരു കഷ്ണം പേപ്പറിന്റെ വാക്കിൽ അവര് കളിച്ചത് ഫെയർ ഗെയിമാണ്. കള്ളവുമില്ല ചതിയുമില്ല, അതുപോലും ബാക്കിയറിയില്ല. 4 കുടുംബങ്ങളെ പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിച്ചത്. ഒരു കുടുംബം ഇല്ലാത്ത ഒരാൾക്കത് പറഞ്ഞ 10,000 കുടുംബങ്ങൾ പകരം നിങ്ങൾക്ക് ഒരാളത്ത് മറുപടി പറഞ്ഞു. സൂപ്പർ, ബട്ട് വെരി ബ്യൂട്ടിഫുള്ളി 2 ടീമും സൂപ്പർവായിട്ട് കളിച്ചു. So the winners are boys. കുട്ടികളെ 2028 ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാം. 2 വർഷം പ്രാക്ടീസ് പൊക്കോ. ഞങ്ങൾ ഇന്നും വീട്ടിൽ പോയി. പക്ഷെ ഈ വിജയം ഞങ്ങള് ഉൾക്കൊള്ളുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല. വീട്ടിലാണ് കാര്യം ഇരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ് കണ്ടത് അല്ലെ. പക്ഷെ കുറച്ച് പ്രേക്ഷകർ എനിക്ക് തോന്നുന്നത് മിസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നും കൂടെ അവർക്ക് വേണ്ടി നമുക്ക് ആ ഗെയിമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഗൈസ്? ഒന്ന് തിരിഞ്ഞു നോക്കൂ ഗൈസ്, നോക്കൂ. നിങ്ങളത് കാണുക. എന്റെ സ്വപ്നത്തെ കസവണിയിച്ച സുന്ദരി. ചെറിയൊരു കഷ്ണം പേപ്പറിന്റെ വാക്കിൽ അവര് കളിച്ചത് ഫെയർ ഗെയിമാണ്. തിരിഞ്ഞു നോക്കിയിട്ട് വന്നപ്പോ പലരുടെയും മുഖത്ത് ആ ഒരു സന്തോഷമില്ല, വല്ലാത്തൊരു നോട്ടമായി പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ആഭാസന്മാരെ ജയിച്ചു, നല്ലവർ തോറ്റു, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഹലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുരുഷ പ്രേക്ഷകരും ഈ വാക്കുകൾ കേൾക്കണം. കാരണം ഈ അടുത്ത കാലത്തായി സ്ത്രീകൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സൗജന്യ യാത്ര ബസ്സുകളിൽ ഏർപ്പാടാക്കി അന്നത്തെ ദിവസം. അതുകൊണ്ട് ഈ ടിഷ്യൂ പേപ്പറിലെങ്കിലും പ്ലീസ് ഈ ടിഷ്യൂ പേപ്പറിലെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ തോപ്പിച്ചിരിക്കണം. വലിയ സാധനം കിട്ടുന്നത് നമ്മൾ ഞങ്ങൾക്ക് തുച്ഛമായ വിജയം വേണ്ട, കഠിനമായിട്ടുള്ള എന്തെങ്കിലും തരും. എന്നാൽ നാളെ മുതലേ ഒരു കാര്യം ചെയ്യണം, ചുടുകട്ട കടിച്ചു പൊട്ടിക്കുന്ന ചുടുകട്ട കടിച്ചു പൊട്ടിച്ചോണ്ടോ ചിലപ്പോ ഞങ്ങൾ ജയിച്ചെന്നിരിക്കും. അടുത്ത ഗെയിം തലയില് കടുംചായ തിളപ്പിക്കണോ? കാര്യമില്ല, മറ്റേ നെഞ്ചിൽ പറ്റിയ താവൊക്കെ വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന ഗെയിം അതൊക്കെ എടുത്താലോ? അതൊക്കെ അഖിൽ ചേട്ടന് പറ്റും, കാരണം 2 പേർക്കും പറ്റും. 2 പേർക്കും ഇവിടെ സെന്ററിൽ ഇല്ലല്ലോ, അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ട് അതൊക്കെ ഈ തമാശയൊക്കെ മലയാളി പ്രേക്ഷകർ
അഖിൽ കവലിയോരോടുകൂടി കളഞ്ഞതാണ്. ഇരിക്കല്ലേ നിങ്ങളെ മോശം പഴയ പ്രേക്ഷകർക്ക് ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞാൻ അത് ഇട്ടതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ആര് ജയിച്ച് ആര് തോറ്റ് അത് മാത്രം അത് 10 വട്ടം ഇവിടെ അനൗൺസ് ചെയ്തല്ലോ. എത്ര കഷ്ടമാണ്. ശരി. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ നമ്മുടെ സഹപ്രവർത്തകരുടെയും നമ്മുടെ അമ്പയറിന്റെയും ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു കനിവ് കാരണം നിങ്ങളെ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളെ ജയിച്ചു. നിങ്ങൾ നാട്ടിൽ പോയി എന്ത് പറയും? ടിഷ്യൂ ചുണ്ടെന്ന് കടിച്ചു പറിച്ചെടുക്കുന്ന ഗെയിമിൽ ഞാൻ വിന്നറായി. വീട്ടിൽ പോയി ഒരു പവിഴം കടിച്ചു പറയത്തില്ല. മുത്തും പവിഴവും കടിച്ചു പറിച്ചുകൊണ്ട് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്ന ടൂർ പോകും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഗെയിമില് ഫസ്റ്റ് പ്രൈസ് ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഒരു മിനിറ്റ്, ഈ അവാർഡ് നൽകാനായി എത്തുന്നത് പ്രശസ്ത TV ചലച്ചിത്ര താരം ശ്വേത മേനോനാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ കിടിലമായ ശ്വേത മേനോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചേച്ചിയുടെ കരിയറിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്താണില്ല. ഇത് കേരളമെമ്പാടുമുള്ള പുരുഷന്മാരുടെ വിജയം, കോമഡി മാസ്റ്റേഴ്സിന്റെ വിജയം. ഇല്ല വേണ്ട, 1 2 3 സ്റ്റാർട്ട്. വേൾഡ് കപ്പ് ജയിച്ച നിങ്ങള് വേൾഡ് കപ്പ് ഞാൻ പൊക്കോട്ടെ. ഇത് ചേച്ചിയെ കൊടുത്തിട്ട് പോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ. അല്ല ഒരു കാര്യം ചെയ്യും, അവിടെ പോയത് കണ്ടുപിടി എങ്ങനെയാണ് ജയിക്കുമ്പോൾ അവാർഡ് മേടിക്കുന്നത്. അവിടെ പോയി കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ബോയ്സ് ടീമാണ്, അവർക്കാണ് ഇത് ലഭിക്കുന്നത്. ഈ വിജയം ഞാനൊന്ന് അവിടെ പോയിരുന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. ഒരു മിനിറ്റ് ഇരുന്നില്ല, ഒന്ന് പോക്കട്ടെ. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇത് നിനക്കൊന്ന് മേടിക്കണം. കണ്ടോളാം. ഒരു മിനിറ്റ് ഒന്ന് എല്ലാരും നോക്കണേ. 1 2 3. അതായത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മറ്റേത് വേണ്ടേ നമുക്ക്? ഇങ്ങനെ മേടിച്ചു അല്ല ഇങ്ങനെ ഈ സാധനം വേണം. മറ്റേത് വേണ്ടേ? മറ്റേ ഇത് എന്തിനാ എന്റെ അടുത്ത് വരുന്നേ? കഴിഞ്ഞോ? പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞോ? സത്യം എനിക്ക് ഓർമ്മ ഒന്നറിയാമോ, നമ്മള് കൊല്ലത്തൊക്കെ ഉത്സവ പരിപാടിയുടെ അമ്മമാര് ഫ്രണ്ട് വന്ന് പരിപാടിയാണ് ഇതുപോലെ പരമ്പൊക്കെ. ഇതിനാണ് ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്. അറിയില്ലെങ്കിൽ മാറി നിൽക്കണം. അറിയാതൊക്കെ പറഞ്ഞാ പോരെ. പക്ഷേ ഇവിടെ ഒരു ഓളം വെക്കണമെങ്കിൽ ഞാനും എന്റെ ഗേൾസും വേണം. ഇത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾസോ താങ്ക് യു സോ മച്ച്. എവിടെയാണ് തലയ്ക്ക് ഓളം വെക്കണമെന്നാണോ? കഴിഞ്ഞോ? നല്ല കൗണ്ടർ. കൊല്ലത്ത് ഇത്ര ഇടം വരെ വന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ കൗണ്ടേഴ്സ് ഒക്കെ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ടിഷ്യൂ പേപ്പറിലായാലും കൊല്ലത്ത് അവിടെ ഇവിടെ വരെ അവർ ജയിച്ചു. നീ ഇതൊരു ഇഷ്യൂ ആക്കാതെ അളിയാ. എന്ത് കണ്ണീരാണോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അടുത്ത പ്രാവശ്യം ഇവരുടെ പ്രോഗ്രാം വരുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ഫെയിം അഖിൽ എന്നാണോ വിളിക്കുക? അങ്ങനെ വിളിക്കാം. ഇനി അടുത്ത എപ്പിസോഡ് ഞാൻ ഒരു ക്ലോസ് വയ്ക്കുക, മുഖം ഒന്ന് കാണുക, ചമ്മണ മുഖം. കാസർഗോഡ് പോകുന്ന ആലോചിക്കണം, ടിഷ്യൂ പേപ്പർ തോറ്റ് വന്നിരിക്കുന്ന മരുമോളെ കാണുന്ന അമ്മായി. അപ്പൊ നമ്മൾ അടുത്ത ദിവസം കാണാം. ഇത് പറഞ്ഞുകൊണ്ട് ബൈ, ഗുഡ് നൈറ്റ്.